അപ്പോൾ എങ്ങനെയാ പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ? രാവിലെ തന്നെ ചെടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. കുറേ നാളായി ഇതിനൊരു കെയറൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ പിന്നെ ആ പരിപാടിയൊക്കെ രാവിലെ ഞാൻ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഇന്ന് വിശേഷം എന്ന് വെച്ചാൽ മാമൻ്റെ മോള് വന്നിട്ടുണ്ട്, ആർച്ച. ഇതാണ് കക്ഷി കേട്ടോ. അപ്പോൾ അവൾ മെയിനായിട്ട് വന്നത് ഇതേ തോട്ടിലെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വന്നെന്ന് പറയാൻ കാര്യം, കഴിഞ്ഞ സൺഡേ ഒരു കല്യാണത്തിന് പോയിട്ട് വന്ന വഴി മാമൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം കൂടെ തോട്ടിൽ കളിക്കാൻ പോയ കൂട്ടത്തിൽ ഇവളും പോയി. പക്ഷേ ഇവൾക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. കക്ഷിക്ക് ഭയങ്കര വിഷമമായിട്ടങ്ങ് തിരിച്ചു പോയി. അപ്പോൾ പിന്നെ ശനിയാഴ്ച തിരിച്ചു കൊണ്ടുവന്ന് വിടാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് മേൽ കൊണ്ടുപോകുമായിരുന്നു കക്ഷിയെ. അപ്പോൾ അങ്ങനെ ശനിയാഴ്ച ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു വേണ്ട, അമ്മയൊന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പിന്നെന്തായാലും ഞങ്ങൾ പയ്യെ കൊട്ടിയം വരെ ഒന്ന് പോയി. അവൾ ഡ്രീംസ് മാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനെന്നാൽ മാളിൽ അവളെ കൊണ്ടുവന്ന് എല്ലായിടവും ഒക്കെ ഒന്ന് കാണിച്ചു. ലുലു ഡെയിലിയിൽ വന്നിട്ട് ഞങ്ങൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു പല സാധനങ്ങൾക്കും. അപ്പോൾ ഞങ്ങൾ 1-2 സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. എന്തായാലും വന്നതല്ലേ, അങ്ങനെ മൊത്തം ഒന്ന് ചുറ്റിയൊക്കെ ഒന്ന് കറങ്ങി. ബസ്സിലായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്. നമ്മൾ ജംഗ്ഷനിൽ പോയി നിൽക്കണം, ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വരില്ല ചാത്തന്നൂർ. അപ്പം വണ്ടി കൊണ്ട് സ്റ്റാൻഡിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ ജംഗ്ഷനിലേക്ക് ഒരു ഓട്ടോ വിളിച്ചായിരുന്നു അങ്ങോട്ട് പോയത്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിന് കൊട്ടിയം പോയി. തിരിച്ചും അങ്ങനെ തന്നെ ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് തിരിച്ചു വന്നു. വണ്ടി ഇവിടെയായിരുന്നു വെച്ചിരുന്നത്. ആ ഓട്ടോയിലെ മാമൻ നല്ലൊരു മാമനായിരുന്നു. മാമൻ പറയായിരുന്നു പട്ടി നിൽക്കുന്നുണ്ടോ കക്ഷി പറഞ്ഞത്. അതങ്ങനെ നിൽക്കുന്നു, ചാടി വീഴരുത്, കയ്യിൽ സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഞാനും പിള്ളേരുമായിട്ട് ഞാൻ പയ്യെ പോരുന്നു വീട്ടിലേക്ക്. നമ്മളെ ചാത്തന്നൂർ ഹെൽത്ത് സെൻ്റർ ആയത് കേട്ടോ. അതിൻ്റെ തൊട്ട് പറ്റം തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ്. അതിനോട് ചേർന്ന് തന്നെ ട്രഷറിയും പിന്നെ കൃഷിഭവനും ഒക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, അധികം ഇല്ല. 2 വീലറിന് വരാൻ വേണ്ടിയുള്ള ദൂരമില്ല, നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. എന്നിട്ട് പയ്യെ ഞങ്ങൾ വീട്ടിലെത്തി. കാര്യം മാധവനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ മാധവനെ കൊണ്ടുപോകാത്തതിൻ്റെ വിഷമം മാധവനുണ്ടായിരുന്നു. കക്ഷി വെയിറ്റിങ്ങിലായിരുന്നു. കക്ഷി ഒരു കാര്യം പറഞ്ഞു, എനിക്ക് 2 മീൻ വാങ്ങി തരണം, എൻ്റെ മീൻ 2 ചത്തുപോയി. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്വേറിയം ഇത് കേട്ടോ. അവളുടെ പേര് കാഞ്ചനയും ഹസ്ബൻഡ് മഹേഷും കൂടെ നടത്തുന്ന അക്വേറിയമാണ് അമൃത അക്വേറിയം. അപ്പം അവിടെ ഞങ്ങൾ സ്ഥിരം മീൻ വാങ്ങാൻ അവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ മാധവിൻ്റെ മീൻ സത്യം പറഞ്ഞാൽ ചക്കുവിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാണ്. ചക്കു എടുത്ത് വെച്ച് കളിച്ചതിന് അങ്ങനെ ചത്തുപോയതാട്ടോ. അങ്ങനെ കുറേ നാളായിട്ട് അങ്ങനെ 2 പേരും കൂടെ ഈ മീനിൻ്റെ പേരും പറഞ്ഞ് അടിയായിരുന്നു. അങ്ങനെ എന്തായാലും ഒത്തിരി മീനുകൾ പുതിയത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം നടന്നു. അപ്പോൾ എന്തായാലും വീഡിയോയും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇത് അരോണയാണ് കേട്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇത്. എനിക്ക് പേരറിയില്ല കേട്ടോ, ഭയങ്കര കളേഴ്സ്, നല്ല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള മീൻ. പിന്നെ ഓസ്കാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി മീനുകൾ. നല്ലൊരു അക്വേറിയം കേട്ടോ, നല്ലൊരു ബെസ്റ്റ് അക്വേറിയമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.